കുന്ദന്റെ കൊലവിളിക്ക് നിസാര കേസ്. കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ IPC 505 പ്രകാരം കേസെടുക്കുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന 4 ചോദ്യങ്ങൾ. കുന്ദന്റെ കൊലവിളിക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പിൽ കേസെടുത്തത് മധ്യപ്രദേശ് സർക്കാരിന് മേൽ RSS സമ്മർദ്ദം മൂലമോ? 2. പിണറായിയുടെ തല കൊയ്യുന്നവർക്ക് 1 കോടി നൽകുമെന്ന് പറഞ്ഞാൽ അത് അക്രമമോ അക്രമത്തിന് പ്രേരണയോ? 3. ജാമ്യം കിട്ടുന്ന നിസാര വകുപ്പിൽ കുന്ദൻ സംരക്ഷിക്കപ്പെടുമ്പോൾ പിണറായി വിജയൻ എന്ന തലക്കിനാം പ്രഖ്യാപിക്കപ്പെട്ട കേരള മുഖ്യൻ സുരക്ഷിതനാകുന്നുണ്ടോ? 4. ദേശീയ മാധ്യമങ്ങളും നേതാക്കളും ശക്തിയായി അപലപിച്ച സംഭവത്തിൽ ഇത് മതി നടപടി എന്നത് സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ടയോ? ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM നേതാവ് അഡ്വക്കേറ്റ് A റഹീം, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്നിവർ. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് റഹീം, ഈ IPC 505 പ്രകാരം ഇപ്പോൾ കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഉജ്ജയിനി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് നിങ്ങൾ കാണുന്ന പോരായ്മ? ദുർബലമായ വകുപ്പ്, എത്രമേൽ ദുർബലമായ വകുപ്പ് കണ്ടെത്താമോ അത്രയും ദുർബലമായ വകുപ്പെടുത്താണ് വളരെ വൈകി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത് RSSൻ്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ ചന്ദ്രാവത്തിലൂടെ പുറത്തു വന്നത്. RSS CPIMനെ എങ്ങനെയാണ് വേട്ടയാടാൻ ശ്രമിക്കുന്നത്, പ്രത്യേകിച്ചും സഖാവ് പിണറായി വിജയനെ എന്താണ് അവർ കരുതി വച്ചിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ചന്ദ്രാവത്തിലൂടെ പുറത്തു വന്നത്. ചന്ദ്രാവത്ത് ചെറിയ ആളൊന്നുമല്ല, അവിടുത്തെ ഉജ്ജയിനിയിലെ പ്രമുഖാണ് RSSൻ്റെ, വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. അത് സംസാരിക്കുമ്പോൾ ആ വേദിയിൽ MLA ഉണ്ട്, MP ഉണ്ട്, BJPയുടെയും RSSൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ വേദിയിലുണ്ട്. അവരെല്ലാവരും ആ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ സഖാവ് കൊടിയേരി ഇന്ന് പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, UAPA ചുമത്തി കേസെടുക്കണം, കേരളത്തിൽ കേസെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പീപ്പിൾ തന്നെ ഈ ഡിബേറ്റിൻ്റെ ഭാഗമായി ചോദിച്ച, ന്യൂസ് ആൻഡ് വ്യൂസ് ഡിബേറ്റിൻ്റെ ഭാഗമായി ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിട്ടാണല്ലോ. ചന്ദ്രാവത്തിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാതെ, ഒരു ഏജൻസി ചോദ്യം ചെയ്യാതെ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് മനസ്സിലാക്കാനാവുക? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയുടെ, ഇന്ത്യയിലൊരു മുഖ്യമന്ത്രിയുടെ തല കൊയ്യാൻ ഒരാൾ വെറുതെ പറയോ? വെറുതെ പറയില്ലല്ലോ. ആവേശത്തിമർപ്പിൽ പറഞ്ഞ കാര്യമൊന്നും അല്ലല്ലോ ഇത്. ഉത്തരവാദിത്തപ്പെട്ട ആൾ പറയേണ്ട രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു സൂചനയാണ്. അപകടം വരുന്നതിന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ചന്ദ്രാവത്തിനെതിരെ കേസെടുക്കണം. 1, അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം, RSS ഇതേ ചെയ്യുള്ളൂ. RSSന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരും RSSന് ഇടപെടാൻ കഴിയുന്ന സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. RSS ഓരോ ദിവസം കഴിയുന്തോറും അതൊരു ലക്ഷണമൊത്ത ക്രിമിനൽ സംഘമാണ്, ഗുണ്ടാ സംഘമാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ശാപമാണ് RSS എന്ന് തെളിയുകയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും ഇത് പറയാനാകില്ല. ചന്ദ്രാവത്ത് ഇപ്പോൾ ഇന്ത്യയിൽ എത്രയോ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും വലിയ സംവാദങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. എപ്പോഴെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ, ഒരു ജനപ്രതിനിധിയുടെ തല കൊയ്യാൻ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അടിയന്തരാവസ്ഥ എത്രയോ വലിയ പോരാട്ടങ്ങളുടെ നാടായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ നാളിൽ പോലും പരസ്പരം വല്ലാതെ തീപാറുന്ന മുദ്രാവാക്യങ്ങളും ആരോപണങ്ങളും എല്ലാം ഉന്നയിക്കുമ്പോഴും ആരും പരസ്പരം തല കൊയ്യാനൊന്നും പറഞ്ഞിരുന്നില്ല. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്കും ഇത് ചെയ്യാൻ കഴിയില്ല. RSSന് ജനാധിപത്യ പ്രക്രിയയായിട്ടൊന്നൊരു ബന്ധമില്ല. അവർ നല്ല ഒന്നാന്തരം ലക്ഷണമൊത്ത ക്രിമിനൽ സംഘടനയാണ്. അത്തരമൊരു ഗുണ്ടാസംഘത്തിൻ്റെ, ഒരു ഗുണ്ടാ നേതാവ് വിളിച്ചു പറയുന്നത് പോലെയാണ് ചന്ദ്രാവത്ത് പറഞ്ഞത്. ശരി, ഇതൊരു ചന്ദ്രാവത്തിൻ്റെ നാവിലൂടെയാണ് ഇത് പുറത്തു വന്നത് എങ്കിൽ ഇതല്ല, ഇനിയും ചന്ദ്രാവത്തുമാരുണ്ട്. RSSൻ്റെ മനസ്സാണ് ചന്ദ്രാവത്തിൻ്റെ നാവിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് RSSൻ്റെ ഉന്നത തലങ്ങളിലുള്ള ഗൂഢാലോചന എന്താണ് സഖാവ് പിണറായിക്ക് വേണ്ടി ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അത് ഗൗരവമായ തലത്തിൽ അന്വേഷിക്കണം. അത് കേരളത്തിൻ്റെ ആകെ വികാരമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിൽ പ്രതികരണം ഉണ്ടായത് രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറമല്ലേ? കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണം ഉണ്ടായിട്ടില്ലേ? സാഹിത്യകാരന്മാരുടെ, വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരുടെ, കേരളത്തിൻ്റെ ആകെ സ്വരമാണത്. ശക്തമായ അന്വേഷണം നടത്തും. ശരി, ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് റഹീം. ഇപ്പോൾ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടക്കത്തിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു, അല്പസമയത്തിനകം സ്റ്റുഡിയോയിലേക്ക് എത്തും. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ റഹീം ചൂണ്ടിക്കാട്ടിയതുപോലെ എങ്ങനെയാണ് ഈ കുന്ദൻ ചന്ദ്രാവത്തിനെ ഇങ്ങനെ നിസ്സാരമായ ഒരു വകുപ്പ് ചുമത്തി
ഇങ്ങനെ സ്വൈരവിഹാരം നടത്താൻ വിടുക? ഒരു മുഖ്യമന്ത്രിയെയാണ് ഇവിടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിന്റെ തല കൊയ്യുന്നവർക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരേ ഒരു സംഭവമാണ് മുൻപ് ചരിത്രത്തിൽ കാണുന്നത്. അത് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ബിയാൻ സിംഗിനെതിരെ ഖാലിസ്ഥാൻ പ്രസ്ഥാനക്കാർ നടത്തിയ ഈ ഭീഷണിയായിരുന്നു. അതവർ നടപ്പിലാക്കുകയും ചെയ്തു, ബിയാൻ സിംഗിനെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളപ്പോൾ ഈ കാര്യത്തിൽ എത്രത്തോളം പിന്തുണയുണ്ട്? എവിടെ നിന്നാണ് ഈ ശക്തി ഈ കുന്ദൻ ചന്ദ്രാവത്തിന് ലഭിച്ചത് എന്ന് അറിയണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണ്ടേ, ചോദ്യം ചെയ്യണ്ടേ? ഇതൊക്കെ ചേർത്തുള്ള വകുപ്പാണോ ചാർജ് ചെയ്തിരിക്കുന്നത്? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ പെട്ടെന്ന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് റഹീം ചൂണ്ടിക്കാട്ടിയത് വളരെ നിസ്സാരമായ വകുപ്പ് IPC 505 പ്രകാരമാണ് ഇപ്പോൾ കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെന്ന് മാത്രമല്ല, ഇതുവരെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഈ രീതിയിലുള്ള ഭീഷണി വരുമ്പോൾ ഇങ്ങനെ നിസ്സാരമായി കാണാൻ സാധിക്കുമോ? നമുക്ക് മുൻപ് ഒരു അനുഭവമുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിനെതിരെ ഖാലിസ്ഥാൻ പ്രസ്ഥാനക്കാർ ഇതുപോലെ ഭീഷണി മുഴക്കുകയും ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതവർ നടപ്പിലാക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കുന്ദൻ ചന്ദ്രാവത്തിന് എവിടുന്നെങ്കിലും പിന്തുണയുണ്ടോ? ആരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ? പിണറായി വിജയൻ സുരക്ഷിതനാണോ എന്ന് ഉറപ്പിക്കത്തക്കവണ്ണമുള്ള രീതിയിലുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുകളും അറസ്റ്റുമൊക്കെ നടക്കണ്ടേ? അത് ഈ വകുപ്പ് പ്രകാരം നടക്കാൻ സാധിക്കുന്നതാണോ? മിസ്റ്റർ ലാൽ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും പ്രകോപനപരമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സൂചിപ്പിക്കാനോ അല്ല. ഇവിടെ നേരത്തെ മിസ്റ്റർ റഹീം RSSനെ അപലപിച്ചുകൊണ്ട് ധാരാളം സംസാരിച്ചു. അത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. തീർച്ചയായിട്ടും മിസ്റ്റർ റഹീമിന് അതുണ്ട്, അത് പറയാം. പക്ഷെ 1-2 കാര്യം ഞാൻ സൂചിപ്പിക്കാണ്ട്. ഒന്ന്, ചന്ദ്രാവത്ത് പറഞ്ഞത് ചന്ദ്രാവത്തിൻ്റെ അഭിപ്രായമാണെന്നും ആ അഭിപ്രായം സംഘടനയുടേതല്ലെന്നും സംഘടന അതിനെ തള്ളിക്കളയുകയും ചെയ്തു. മാത്രമല്ല, സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതും മാത്രമല്ല, ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് പറഞ്ഞതുകൊണ്ട് CRPCയിൽ അല്ലെങ്കിൽ IPCയിൽ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. IPC വകുപ്പ് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും സാധാരണക്കാരായാലും ഒരേ വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയല്ല. അയാൾ പറഞ്ഞത് ആ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ എടുക്കാവുന്ന കേസ് ബെയിലബിൾ ഒഫൻസ് ആണ്. അതിനപ്പുറത്തൊരു കേസൊന്നും എടുക്കാൻ പറ്റില്ല. കേരളത്തിൽ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള കേസുകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. പൾസർ സുനിക്കെതിരെ എടുത്ത കേസ് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ RSSും CPMും തമ്മിൽ ആശയപരമായിട്ടുള്ള സംഘർഷമാണ് വേണ്ടത്. ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള സംഘർഷം അവസാനിപ്പിക്കണം. വാസ്തവത്തിൽ ചന്ദ്രാവത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ടാണ് ബഹുമാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സംസാരിച്ചത്. ഒരു വെല്ലുവിളിയുടെ ഭാഷയിലാണ്. കുമ്മനം രാജശേഖരൻ ആ വെല്ലുവിളി നടത്തിയില്ലല്ലോ. വരമ്പത്ത് കൂലി പ്രഖ്യാപിച്ചപ്പോഴും ഞങ്ങൾ വെല്ലുവിളിച്ചില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഞാൻ പറയാം, അല്ലെങ്കിൽ റഹീം പറയാം. കാരണം എനിക്കും റഹീമിനും ഒക്കെ ഒരേപോലെ ആയിരിക്കാം ഞങ്ങളുടെയൊക്കെ ഏജ്. പക്ഷേ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന ആളുകൾ വെല്ലുവിളിക്കല്ല വേണ്ടത്. വെല്ലുവിളിക്കുന്നതിന് പകരം പ്രശ്നം രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടത്. പരിഹരിക്കണം. കാരണം ആയുധം കൊണ്ട് RSSനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളത് എത്രയോ കാലമായി എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെയും ആയുധം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആയുധത്തിൻ്റെ ഭാഷയും വെല്ലുവിളിയുടെ ഭാഷയും നമുക്ക് മാറ്റി നിർത്താം. സ്വാഭാവികമായും ആയുധത്തിൻ്റെയും വെല്ലുവിളിയുടെയും ഭാഷ മാറ്റി വർത്തിച്ചുകൊണ്ട് ആശയപരമായ സംഘർഷത്തിലേക്ക് പോകാം. നമുക്ക് കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് ഭാരതീയ ദേശീയതയെക്കുറിച്ച് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയും RSSും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ്. ഞങ്ങൾ ജനാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യ ധ്വംസനം ഞങ്ങളുടെ പ്രവർത്തനത്തിലില്ല. പിന്നെ RSS തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഇത് RSS എന്ന് പറയുന്നത് ഫാസിസമാണെന്നും
ഞങ്ങൾ മുസോളിനിയുടെയും ഗോപാലകൃഷ്ണൻ, ഞാൻ ഹിറ്റ്ലറുടെയും കൂടെ പോയിട്ട് ഇടപെടുകയാണ്. പരിശീലനം നേടി അഡ്വക്കേറ്റ് റഹീം വന്നവരാണ്. പറഞ്ഞതിനുള്ള മറുപടി താങ്കൾ പറയാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇത്രയും സമയം ഞാൻ താങ്കൾക്ക് അനുവദിച്ചതും. പക്ഷേ എൻ്റെ ചോദ്യം ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, റഹീമിലേക്ക് പോകുന്നതിന് മുൻപ്. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഈ ഫെഡറൽ സംവിധാനത്തിൽ നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ഉള്ളപ്പോഴാണ് ഈ രീതിയിൽ RSS എന്ന് അങ്ങ് പറയുന്ന വലിയ സംഘടനയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുണ്ടായിരുന്ന കുന്ദൻ ചന്ദ്രാവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായത്. അങ്ങ് പറഞ്ഞതുപോലെ അത് 505 പ്രകാരമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ആ വാക്കുകൾ മാത്രം എടുത്താൽ വകുപ്പുകൾ ചാർത്തി കേസെടുക്കാൻ സാധിക്കുക. പക്ഷേ മുൻപ് മുഖ്യമന്ത്രി ബിയാൻ സിംഗ് പഞ്ചാബിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ഒരു കേസ് നമ്മുടെ മുൻപിലുണ്ട്. അവിടെ ഈ പറയുന്ന ആഹ്വാനം നടത്തിയവർ മാത്രമല്ല, ഒരു സംഘം തന്നെ ചേർന്നാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇങ്ങനൊരു ഭീഷണി ഉണ്ടായപ്പോൾ അതിനെ എത്രമാത്രം ഗൗരവമായി നിങ്ങളുടെ പാർട്ടി കാണുന്നു, രാജ്യത്തെ സർക്കാർ കാണുന്നു, മധ്യപ്രദേശ് സർക്കാർ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് കാണുന്നു. അതുകൊണ്ടാണ് മധ്യപ്രദേശ് സർക്കാർ ആ കേസെടുത്തത്. മാത്രമല്ല വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചുമതലയിൽ നിന്ന് മാറ്റി. അദ്ദേഹത്തിന് യാതൊരു ചുമതലയില്ലെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ RSSന്റെ ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ വൈകാരികമായി സംസാരിച്ചു, അതുകൊണ്ട് ഞാൻ വൈകാരികമായി സംസാരിക്കാൻ പാടില്ലായിരുന്നു, എനിക്കുണ്ടായിട്ടുള്ള ആ വൈകാരികതയ്ക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ക്രിമിനൽ കേസെടുത്തു. അദ്ദേഹം വൈകാരികമായി പറഞ്ഞതാണ് എന്ന് ഏറ്റുപറഞ്ഞു, ക്ഷമ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംഘടനയുടെ എല്ലാ ചുമതലയിൽ നിന്നും മാറ്റി. ഇനി അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ പറ്റുമോ? പറ്റുന്ന കേസിൽ എടുക്കാൻ പറ്റുക. ഇനി കൂടുതൽ ആർക്കെങ്കിലും കേസെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചോട്ടെ. അവിടെ ചെയ്യാവുന്ന എല്ലാ ഒരു കേസ് എടുക്കാവുന്നതാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ പറയുന്ന കുന്ദൻ ചന്ദ്രാവത്ത് ഒറ്റയ്ക്കാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരു പ്രേരണ വേറെ ഉണ്ടായിരുന്നു, സഹായം ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പല തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ഇതാണല്ലോ, ഈ പറയുന്ന കൊല നടത്തിയവർ മാത്രമാണോ ഇതിന്റെ പിന്നിലുള്ളത്, അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നാണല്ലോ അന്വേഷിക്കേണ്ടതായി നിങ്ങൾ പറയാറുള്ളത്. ഈ കാര്യത്തിൽ ആ അന്വേഷണം വേണ്ടേ? അതിൻ്റെ പിന്നിൽ സംഘടനയില്ല. അതുകൊണ്ടാണല്ലോ വളരെ പെട്ടെന്ന് അയാളെ എല്ലാ ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഒരാളും അയാൾക്ക് അനുകൂലമായിട്ടോ അയാളെ മാറ്റിയത് ശരിയല്ലെന്നോ അയാൾ പറഞ്ഞത് ശരിയാണെന്നോ പറഞ്ഞില്ലല്ലോ. ഓർഗനൈസേഷൻ്റെ തീരുമാനമനുസരിച്ച് ഉടനെ അയാൾ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് വൈകാരികമായി ഞാൻ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നു, വൈകാരികമായി ഞാൻ പ്രസംഗിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റി എന്ന് അയാൾ ഏറ്റുപറഞ്ഞില്ലേ? ആ ഏറ്റുപറഞ്ഞത് എല്ലാ മാധ്യമങ്ങളിലും വന്നില്ലേ? പിന്നെ അതിന്റെ പിന്നിലെ ഗൂഢാലോചന ആർക്കെങ്കിലും ഉണ്ട്, അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ഗൂഢാലോചന ഇല്ല. ഇതാണ് മറുപടി. അതായത് BJP നോക്കുമ്പോൾ, RSS നോക്കുമ്പോൾ കുന്ദൻ ചന്ദ്രാവത്ത് ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല അയാൾ പറഞ്ഞ തെറ്റിന് അയാൾ തന്നെ ഏറ്റുപറഞ്ഞല്ലോ. അത്രമാത്രം RSSന് വിശ്വാസമാണ്, BJPക്ക് വിശ്വാസമാണ് കുന്ദൻ ചന്ദ്രാവത്തിന്. പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇവരുടെ നരേന്ദ്രമോദി അദ്ദേഹത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ടെക്കുകളെ ഉൾപ്പെടെ ആളുകളെ പിടിച്ച് ജയിലിനകത്താക്കിയ പാർട്ടീസാണ് ഇരുന്ന് പറയുന്നത്. അന്ന് എന്തായിരുന്നു ചെയ്തത്? നിങ്ങൾ വിമർശിച്ചതിൻ്റെ പേരിലായിരുന്നു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അറിയാമല്ലോ, എനിക്കും നിങ്ങൾക്കുമുള്ളതുപോലെയല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. ഒരാൾ പറയാണ്, ഞാൻ കൊല്ലാൻ പോവാണ്, എൻ്റെ സ്വത്തുവകകൾ വിറ്റിട്ടായാലും ഞാൻ കൊന്നുവരുന്നവർക്ക്, തല കൊയ്ത് വരുന്നവർക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണ്ടേ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ? നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്താ? കേസെടുത്തു, ഇതല്ലേ വകുപ്പുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറ. പ്രധാനമന്ത്രി വിമർശിച്ചതിന് എന്തിനു നിങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്തു, എന്തിനു ജയിലിലടച്ചു? അത് ചെയ്യാമെങ്കിൽ ഇത് ചെയ്തൂടെ? ഒന്ന്, അപ്പോൾ ഇത് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ. 2, താങ്കൾ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നൊരു കാര്യം RSSന്റെ ചുമതലകളിൽ നിന്ന് മാറ്റിയെന്നാണ്. ഏറ്റവും രസകരമായ ആർഗ്യുമെൻ്റാണത്. RSS പ്രച്ഛന്നമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സംഘപ്രവർത്തകനായിരുന്നല്ലോ. ഗോപാലകൃഷ്ണന് ഈ ടെലിവിഷൻ ചാനലിൽ നിന്ന് പറയാൻ കഴിയുമോ ഇന്നലകളിൽ RSS ഏൽപ്പിച്ച എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിച്ചുവെന്ന്? എല്ലാം തുറന്നു പറയാൻ പറ്റില്ല നിങ്ങൾക്ക്, എനിക്ക് പറയാൻ പറ്റും.
ഞാൻ SFI എന്ന സംഘടനയിൽ അംഗത്വം എടുത്തത് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ നാൾ വഴികൾ എനിക്കിവിടെ ഇരുന്ന് പറയാൻ കഴിയും. അത് പരസ്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഗോപാലകൃഷ്ണൻ പറയാൻ പറ്റുമോ? RSS പ്രചണ്ഡമായാണ് ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ശ്രീ കുമ്മനം രാജശേഖരൻ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വലിക്കുന്നതാരാ? പരിപാടി അതിൻ്റെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാരാ? ആരാ ചരട് വലിക്കുന്നത്? സംഘടനാ സെക്രട്ടറിയാണ്. ഇപ്പോൾ കേരളത്തിലെ സംഘടനാ സെക്രട്ടറി ഉമാകാന്തിന് ശേഷം പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ പേര് പറ. RSSന്റെ പ്രവർത്തകരെ പോലും ആൾക്കറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ വേറൊരു ദിവസം ഇതേപോലെ പീപ്പിളിൻ്റെ ചാനലിൽ ഞാൻ ചർച്ച ചെയ്തു. അന്ന് നിങ്ങളുടെ നേതാവിന് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനോട് പറയുന്നു, അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണല്ലോ. തൃശ്ശൂർ ജില്ലയിലുള്ള RSSന്റെ പ്രചാരകന്മാരുടെ പേര് പറ. ചന്ദ്രാവത്ത് RSS ആണ്, BJP അല്ല. RSS ആണ്, BJP അല്ല. RSSന്റെ അദ്ദേഹത്തിന് ഉജ്ജയിനിയിലുള്ള പ്രചാരക സ്ഥാനം മാറ്റി, അവിടുത്തെ പ്രമുഖ് എന്ന സ്ഥാനം മാറ്റി അയാളെ വേറെ ഏതെങ്കിലും ചുമതല കൊടുത്തിട്ടുള്ളവർ. 2, മെമ്പർഷിപ്പ് സൂക്ഷിക്കുന്ന സംഘടനയല്ല RSS. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് നിയമത്തിൻ്റെ മുമ്പിൽ ഒഴിഞ്ഞു മാറാൻ ഒരു ഘട്ടത്തിൽ സാധിച്ചത്. പിന്നെ നിങ്ങൾ RSSനെ കുറിച്ച് വലിയ ശ്രേഷ്ഠത പറഞ്ഞു. RSS 2 സംഭവങ്ങളിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത്. ശ്രീ ഗോപാലകൃഷ്ണൻ ശ്രദ്ധിക്കേണ്ടത്, 1925 RSS ജന്മമെടുത്തിട്ട് 47 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത് വരെ ഒരു തവണ പോലും ബ്രിട്ടീഷുകാർ നിരോധിക്കാത്ത ഒരേ ഒരു സംഘടന ഇന്ത്യയിലുള്ളൂ. അത് RSS ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർ നിരവധി തവണ നിരോധിച്ചിട്ടുണ്ട്. 47 വരെ ഈ RSSന് ഒരു നിരോധനവും ഉണ്ടായിരുന്നില്ല. താമ്രപത്രം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സ്വതന്ത്ര ഇന്ത്യയിലാണ് 2 തവണ നിങ്ങൾ നിരോധിക്കപ്പെട്ടത്. അത് എന്ത് മഹാപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലായിരുന്നു? 1948 ഗാന്ധി വധത്തെ തുടർന്ന് ആദ്യമായി നിരോധിച്ചു. രണ്ടാമതോ എൻ്റെയും ശ്രീ ഗോപാലകൃഷ്ണൻ്റെയും ശ്രീ ഡോക്ടർ ലാലിൻ്റെയും നമ്മുടെയെല്ലാം കൺമുമ്പിൽ 92 ഡിസംബർ 6 പകൽ 12:15 ബാബറി മസ്ജിദ് തച്ചു തകർത്തപ്പോൾ നിരോധിച്ചു. ഇവർ നടത്തിയ മഹത്തായ സാംസ്കാരിക പ്രവർത്തനങ്ങളാണിതെല്ലാം. ഇവർ പറയുകയാണ് RSSൻ്റെ വലിയ ലെഗസി, വലിയ പൈതൃകത്തെക്കുറിച്ച് വാചാലമാവുകയാണ്. RSS ഞാൻ വെറുതെ പറഞ്ഞതല്ല. ലക്ഷണമൊത്ത ഒരു ക്രിമിനൽ സംഘടനയായി RSS ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളെന്തിനാണ് ഞങ്ങളെ ഭയപ്പെടുന്നത്? നിങ്ങൾ പറയുന്നല്ലോ ഇപ്പോൾ ആയുധമെടുത്തല്ല. അങ്ങ് ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും ആ വാക്കുകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ RSSന് നിലപാടുണ്ടോ? നിലപാടുണ്ട് എങ്കിൽ 2 നാളുകൾക്ക് മുമ്പല്ലേ, കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ മംഗലാപുരത്ത് ശ്രീ K. സുരേന്ദ്രൻ്റെ പ്രസംഗമുണ്ടായത്? ചന്ദ്രാവത്തിനെ ചുമതലകളിൽ നിന്ന് മാറ്റിയെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. ശ്രീ K. സുരേന്ദ്രൻ്റെ പ്രസംഗത്തെ തുടർന്ന് എന്ത് ചുമതലയിൽ നിന്നാണ് അദ്ദേഹത്തെ മാറ്റിയത്? ഒരു വരി കൊണ്ട്, ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും താക്കിയത് ഞങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ നിലപാട് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. നിങ്ങൾ സഖാവ് കൊടിയേരിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. സഖാവ് കൊടിയേരിയുടെ പ്രസംഗത്തിന് പിന്നാലെ അവിടെ മറ്റൊരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, സാക്ഷാൽ MT രമേശിൻ്റെ പ്രസംഗം. എന്ത് താങ്കൾ അതിനെക്കുറിച്ച് പറയുന്നില്ല? യെസ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഈ കാര്യത്തിൽ BJPക്ക് എന്ത് ഉറപ്പാണുള്ളത്? കുന്ദൻ ചന്ദ്രാവത്ത് RSSന്റെ ഒരു നേതാവായിരുന്നു, അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇനി അദ്ദേഹം ഈ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ സാധിക്കുക? ഈ സാക്ഷി മഹാരാജന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതുപോലെ ഉറപ്പ് പറഞ്ഞതാണല്ലോ, എത്രയോ തവണ താക്കീത് കൊടുത്തതാണല്ലോ. അത് ഈ അടുത്ത കാലത്തും വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തി. അപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെ അങ്ങ് താക്കീത് കൊടുത്ത് ഏതെങ്കിലും ഒരു ചെറിയ കേസിൽ പെടുത്തി മുന്നോട്ട് പോയാൽ, സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇവർ പിന്നീട് അത് ആവർത്തിക്കില്ല എന്ന്? മിസ്റ്റർ ലാൽ, നിങ്ങൾ എന്നോട് നീതി കാണിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് മിസ്റ്റർ റഹീം, നിങ്ങൾ ഇതുവരെ സംസാരിച്ചത് ഏത് RSSകാരോടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് RSSനെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വാസ്തവത്തിൽ റഹീം, എനിക്ക് വിഷമമുണ്ട്. ഏത് സംഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് പഠിക്കണം. ആദ്യമായിട്ട് RSSനെ നിരോധിച്ചത് 1947-ലോ 48-ലോ ഒന്നും അല്ല റഹീമേ. ആദ്യമായിട്ട് സ്വതന്ത്ര ഭാരതത്തിലല്ല RSSനെ നിരോധിച്ചത്. RSSനെ ആദ്യമായി നിരോധിച്ചത് 1939-ലാണ്. സംശയം ഉണ്ടെങ്കിൽ ചരിത്ര രേഖകൾ റഹീമിന് ഞാൻ തരാം. മാത്രമല്ല, എന്തിനാണ് നിരോധിക്കപ്പെട്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ തരാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റഹീം ഇവിടെ സൂചിപ്പിച്ചു RSS ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുത്ത പ്രസ്ഥാനമാണ്. റഹീമെ, നാണമാവില്ല ഇങ്ങനെ സംസാരിക്കാൻ? ഇതൊന്നും ശരിയല്ല റഹീമെ. കാരണം എന്താ വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഇന്ത്യയെ പറ്റിച്ച് വഞ്ചിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കി, വാർധയിലെ കള്ളദൈവമെന്ന് പറഞ്ഞ് അപലപിച്ച് എല്ലാം ചെയ്ത് ഗൂഢാലോചന ചെയ്ത പ്രസ്ഥാനമാണ് നിങ്ങൾ.
പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രബന്ധം എഴുതി തയ്യാറാക്കി അതിന് ഭൂപടമുണ്ടാക്കി മുഹമ്മദ് അലി ജിന്നയ്ക്ക് സമർപ്പിച്ചത് നിങ്ങളാണ് സുഹൃത്തെ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്തത് നിങ്ങളാണ് സുഹൃത്തെ. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ബ്ലാക്ക് ഡേ ആണെന്ന്, കരിദിനമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തെ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഒന്നല്ല 17ആയി വിഭജിക്കണം, വിഭജിച്ച ഇന്ത്യ അത് ബ്ലാക്ക് ഡേ ആണെന്ന് പ്രഖ്യാപിച്ചത് നിങ്ങളാണ് റഹീഹെ. റഹീമിന് പ്രായം ഒരുപക്ഷെ എനിക്കും റഹീമിനും ഒക്കെ പ്രായം ഈക്വൽ ആയിരിക്കാം, പക്ഷെ ചരിത്രം കുറച്ചുകൂടെ വായിച്ചിട്ട് ആയിട്ടില്ല റഹീം. ശരി ശരി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അന്ന് ഒരുപക്ഷെ റഹീമിനെ വായടപ്പിക്കാൻ വേണ്ടി RSSനെ ഇന്ത്യയിൽ നിരോധിച്ചതിന്റെ മുൻപുള്ള കഥ പറയുന്നുണ്ട്. റഹീമിലേക്ക് വരാം, റഹീമിന് മറുപടി പറയാൻ അവസരം തരാം. പക്ഷെ അതിനു മുമ്പ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സ്വതന്ത്ര ഭാരതത്തിൽ 3 തവണ തന്നെയാണ് RSSനെ നിരോധിച്ചത്. അത് 48-ൽ ഗാന്ധിയെ വധിച്ച ശേഷം, പിന്നീട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, പിന്നീട് ബാബറി മസ്ജിദിന്റെ അത് ഇല്ലാതാക്കിയ സമയത്ത്. ഇതും അതിന് മുൻപൊരിക്കൽ നിരോധിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ. അതങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അതല്ല അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. എന്റെ ചോദ്യം ഇതാണ്, ഇന്നത്തെ വിഷയത്തിൽ നിന്ന് മാറരുത്. റഹീം അതിന് മറുപടി പറയട്ടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്. പക്ഷെ എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയുക അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ശ്രീ ഗോപാലകൃഷ്ണൻ, അല്ലല്ല, നിങ്ങൾ പറയുന്ന പോലെ സംസാരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ റഹീം സംസാരിച്ചതിന് മറുപടിയാണ് പറയുന്നത്. ആ മറുപടി പറയാൻ കേൾക്കാൻ റഹീമും അതിന് സമയം തരുവാൻ ലാലും തയ്യാറാവണം. അത് പറഞ്ഞിട്ട് എന്റെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ട് ലാല് സൗമനസത്തോടു കൂടി 1 മിനിറ്റ് എനിക്ക് റഹീമിന് കൊടുത്ത സമയം എന്താ? അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 1962 ചൈന യുദ്ധമുണ്ടായപ്പോ നിങ്ങളെടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം. സഖാവ് VS അച്യുതാനന്ദനെ ആദ്യമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇന്ത്യക്കാർക്ക് രക്തം കൊടുത്തതിനാ. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അന്ന് 1947 4 പേര് സ്റ്റാലിനെ കാണാൻ പോയി. അതെങ്ങനെയാ പോയെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ പുസ്തകമുണ്ട്, ആ പുസ്തകം വായിച്ചാൽ മതി. തേർഡ് കോമിന്റന്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അപ്പൊ രാജ്യസ്നേഹത്തിന്റെയും ബ്രിട്ടീഷുകാരുടെ കാര്യമൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഇന്ത്യയില് സ്വതന്ത്ര ഭാരതത്തിലും അതിനു മുന്നുള്ള കാലഘട്ടത്തിലും RSS എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട മിസ്റ്റർ റഹീം, അന്ന് സ്വതന്ത്ര ഭാരതത്തിൽ 42-ലാണ് ആദ്യമായിട്ട് RSS കേരളത്തിലുണ്ടായത്. അന്ന് ആകെ 15 പേരാ. 1948 ഈ കോഴിക്കോട് തിരുവനന്തപുരത്ത് എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് റഹീമിലേക്ക് പോകാം. ഇപ്പോ കുന്ദൻ ചന്ദ്രാവത്തിനെ പോലുള്ളവർ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുമ്പോൾ, അത് RSSന്റെ ഈ പറഞ്ഞ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉണ്ടായിട്ടും ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഭീഷണി അദ്ദേഹം എല്ലാം മറന്നിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ രാജ്യത്ത് ഇനി ആർക്കും ഭയപ്പെടേണ്ടതില്ല. കുന്ദൻ ചന്ദ്രാവത്ത് ആരെയും ഇനി നിലയ്ക്ക് നിർത്താൻ പോകുന്നില്ല, ആരുടെയും തല കൊയ്യാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനുള്ള തെളിവ് എവിടെ നിന്നാണ് കിട്ടിയത്? അല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഇനി ആരും ഒരക്രമവും ചെയ്യില്ല CPM-ന്റെ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ ചോദ്യം BJP നേതാവായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോടാണ്. ഇപ്പോഴുണ്ടായ സംഭവത്തിന്റെ പുറത്ത് കുന്ദൻ ചന്ദ്രാവത്തിനെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നതാണ്. എന്റെ ലാലെ, നമ്മൾ സംഘടനാപരമായിട്ട് പറ്റൂ. സംഘടനാപരമായിട്ട് അയാൾക്ക് ചുമതലയില്ല, അയാളെ ചുമതലയെന്ന് മാറ്റി. അയാൾ സ്വയം മാപ്പ് പറഞ്ഞു. ഇതിൽ കൂടെ ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? മിസ്റ്റർ ലാലിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുക, നിങ്ങളെ വിശ്വസിച്ച് വന്നിരിക്കുക. നിങ്ങൾ എനിക്ക് സമയം തന്നില്ലെങ്കിൽ ലാഘവത്തോടുകൂടി കാണാൻ പറ്റുന്നതാണോ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? ഫെഡറൽ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ 1 കോടി രൂപ തലകൊയ്യുന്നതിന് ഇനാം പ്രഖ്യാപിച്ച ഒരാൾ, അയാൾ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അയാൾ അങ്ങനെ ഇറങ്ങി നടക്കട്ടെ എന്ന് പറഞ്ഞ് വിടാനാണോ BJP സർക്കാർ കരുതിയിരിക്കുന്നത്? അപ്പോൾ അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇനിയും ഇതുപോലെ തലകൊയ്യാനുള്ളവർക്കൊക്കെ എന്തും പറയാം, 505 ചാർത്തും അവരെ വെറുതെ വിടും, അവര് ചിലപ്പോൾ തല കൊയ്തേക്കും. മുൻപ് അനുഭവമുണ്ട് ബിയാൻ സിംഗിന്റെ കാര്യത്തിൽ. എന്ത് വിഡ്ഢിത്തരാണ് ലാലെ ഈ പറയുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്കെതിരെ കേസ്, അയാളെ അറസ്റ്റ് ചെയ്തു, അയാൾക്കെതിരെ കേസെടുത്തു, അയാൾ മാപ്പ് പറഞ്ഞു, അത് വിട്ടു. ഇതിപ്പോ ഈ നാട്ടിൽ എത്ര ആൾക്കാർ മോഷണം നടത്തുന്നുണ്ട്? ഈ നാട്ടിൽ എത്ര ആൾക്കാർ നിങ്ങളൊരു കാര്യം ചെയ്യുക, പൾസർ സുനിയെ നമുക്ക് ഇനിയും ജാമ്യം കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? കോടതി പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കൂ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഗൂഢാലോചന കുറ്റം ഇല്ല, പൾസർ സുനി സ്വന്തമായിട്ട് ഏറ്റെടുത്തതാ? ശരി, ഞാൻ തിരിച്ചു വരാം. ഈ പൾസർ സുനി ചെയ്ത കുറ്റം പോലെ, അല്ലെങ്കിൽ ഈ നാട്ടിൽ തേങ്ങാമോഷണം നടത്തുന്നത് പോലെ ഒരു കാര്യമാണ് ഈ കുന്ദൻ ചന്ദ്രാവത്ത് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയന്റെ തല കൊയ്യുന്നത് അതുപോലെ ഒരു കാര്യം. വെറുതെ ഒരു തേങ്ങയ്ക്ക് 1 കോടി രൂപ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. പൾസർ സുനിയെയും
പിന്നെ ചന്ദ്രാവത്തിനെ എല്ലാം യോജിപ്പിക്കുന്നത് അതിപ്പോൾ ശരിയാണ്. പൾസർ സുനി ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. തക്കാളി ജ്യൂസിൻ്റെ കഥയുണ്ടല്ലോ. ഇപ്പോൾ RSSും BJPയും അടുത്തവരുടെ ചിഹ്നം, ഞാനതിലേക്ക് പോകുന്നില്ലെങ്കിൽ ശരിയല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ താമര മാറ്റി തക്കാളിയാക്കാൻ പോകുന്നു എന്നാണ് നാട്ടുവർത്തമാനം. അതോടെ നിൽക്കട്ടെ. അപ്പോൾ പൾസർ സുനി അവർ ഒരുപാട് ഇഷ്ടദേവനായി കാണുന്നുണ്ട്, അത് ശരിയാണ്. അങ്ങ് പറഞ്ഞൊരു കാര്യം ശരി തന്നെയാണ്, ഞാൻ തിരുത്തുന്നു. 1939 നിങ്ങളുടെ സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതെൻ്റെ പരിമിതിയായിരുന്നു, ഞാനത് മനസ്സിലാക്കി, ശരിയാണ്. പക്ഷേ മറ്റു പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ മിണ്ടിയില്ല. 92 നിങ്ങളുടെ നിരോധനത്തെക്കുറിച്ച്, 48 നിങ്ങളുടെ നിരോധനത്തെക്കുറിച്ച്. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ, ഒന്ന് അടങ്ങൂ. ഞാൻ പറയട്ടെ എന്നിട്ട് ശരി. 2 തവണ അതേക്കുറിച്ച് നിങ്ങൾ മിണ്ടിയില്ലല്ലോ. പിന്നെ അങ്ങ് ആദ്യഘട്ടത്തിൽ എന്താ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം? താങ്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദഗതി നിങ്ങളുടെ സംഘടനയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി. അതിന് ഞാനെന്താ മറുപടി പറഞ്ഞത്? നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. RSSന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ വാദമാണ്. കാര്യം എന്താ? RSS ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഞാൻ താങ്കളെ വെല്ലുവിളിച്ചില്ലേ, നിങ്ങൾ ഇത്രയും കാലം വഹിച്ച ഉത്തരവാദിത്തങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയോ? പേരിന് വേണ്ടി എന്തെങ്കിലും പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. കേരളത്തിൽ ഇപ്പോഴും എത്ര RSSന്റെ പ്രചാരകരുണ്ട്? പറയട്ടെ, എത്ര RSSന്റെ പ്രചാരകരുണ്ട്? എന്തെല്ലാം ഉത്തരവാദിത്തമാണ് അവർക്ക്? നിങ്ങൾ നോക്കൂ, ധനരാജ് വധക്കേസിലെ പ്രതിസ്ഥാനത്ത് പിടിക്കപ്പെട്ട ആളാരാ? പാറശാലക്കാരനാണ്, പരശുവെക്കൽക്കാരൻ. പാലക്കാട് മാധ്യമപ്രവർത്തകരെ വാൺ ചെയ്തുകൊണ്ട് ബഹളമുണ്ടാക്കിയ പ്രചാരകനാരാ? പാലക്കാട്ട് കലാപത്തിന് നേതൃത്വം കൊടുത്തത് വട്ടിയൂർക്കാവുകാരനാണ്. ഇനി ആറ്റിങ്ങലിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ പാതിരിമാരെ ആക്രമിക്കാൻ വേണ്ടി വന്നവരാരാ? കണ്ണൂരുകാരാണ്. കണ്ണൂരിലെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തതാരാ? അത് വയനാട് ചുരമിറങ്ങി വന്ന ഒരു പഴയ ഇവരുടെ കൊലക്കേസ് പ്രതിയാണ്. ഞാൻ ചോദിക്കുന്നു, എന്തിന് നിങ്ങൾ പ്രച്ഛന്നമായ ആളെ അയക്കുന്നു? RSS ഞാൻ BJPയിൽ പ്രവർത്തിക്കുന്ന, BJPയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഏതെങ്കിലും ഒരാളെ കുറിച്ചല്ല, ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. RSS എന്ന സംഘടന ഒരു ക്രിമിനൽ സംഘമാണ്. അത് ജനാധിപത്യ പ്രക്രിയയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല. അതിൽ ഞാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദഗതി, പ്രച്ഛന്നമായാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾക്കായി RSS നിയോഗിച്ച ഒരാൾ, ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ പറ, RSSൽ പ്രവർത്തിക്കുന്ന RSSന്റെ ക്രിമിനലുകളായി നിൽക്കുന്നവർക്ക് ഉത്തരവാദിത്വമോ അവർ എവിടത്തുകാരാണെന്നോ എവിടെയാണെന്നോ അറിയാൻ കഴിയില്ല. ഇത് രാജ്യത്തിനു ഭീഷണിയാണ്. ഇതൊരു ചന്ദ്രാവത്തിലൂടെ പുറത്തു വന്ന കാര്യമല്ല. നിശ്ചയിച്ചുറപ്പിക്കുന്ന കാര്യം ചെയ്യാൻ, ഏതറ്റം വരെയും പോയി ചെയ്യാൻ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുത്തയച്ച് പ്രച്ഛന്നമായി അയച്ചിരിക്കുന്ന ആളുകളാണ് RSSന്റെ ശേഷി. അവരെ വെച്ചിട്ടാണ് ചന്ദ്രാവത്ത് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു. ഞാൻ ചോദിക്കട്ടെ, ചന്ദ്രാവത്തിനോട് ബന്ധപ്പെട്ട ഏജൻസികൾ ചോദിക്കുമ്പോഴും ചോദിച്ചു കാര്യം മനസ്സിലാക്കിയില്ല എങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്തൊരു വലിയ അപകടമുണ്ട്. ലാൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു അക്രമം ഒരാൾ നടത്തുമെന്ന് പറയുന്നത് വിശ്വാസത്തിലെടുക്കാനല്ലേ പറ്റൂ. നടത്തില്ല എന്ന് ഉറപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ചന്ദ്രാവത്ത് പറഞ്ഞ കാര്യം എക്സിക്യൂട്ടീവ് ചെയ്തേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, വളരെ ഗൗരവമായ ഒരു ആരോപണമാണ്. ഈ ചർച്ചയിലും പറഞ്ഞതാണ്. അങ്ങ് അതിനൊരു മറുപടി പറയേണ്ടതുണ്ട്. പിണറായി വിജയൻ ഇപ്പോ അദ്ദേഹത്തെ തലകൊയ്യാൻ കുന്ദൻ ചന്ദ്രാവത്ത് ഭോപ്പാലിലിരുന്ന് അല്ലെങ്കിൽ ഉജ്ജയിനിലിരുന്ന് പറയുമ്പോൾ, ഇവിടെ റഹീം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പലയിടത്തും നടന്ന സംഭവങ്ങളിൽ അതാത് നാട്ടുകാരല്ല ഇടപെട്ടിരിക്കുന്നത് ഈ RSSന്റെ കാര്യത്തിൽ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലകൊയ്യാൻ RSSന് ഒരു ഗൂഢപദ്ധതി ഉണ്ടോ? അത് ഭോപ്പാലുകാരനായ ഒരാളെ കൊണ്ട് പറയിച്ച് ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആളെ കൊണ്ട് ചെയ്യിക്കാനാണോ പരിപാടി എന്ന് അന്വേഷിക്കണ്ടേ, കണ്ടെത്തണ്ടേ, ചോദ്യം ചെയ്യണ്ടേ? ഞാൻ 2-3 കാര്യങ്ങൾ റഹീം പറയാം. ഒന്ന്, റഹീമെ കുറച്ചുകൂടെ നിലവാരത്തിൽ സംസാരിക്കേ. താമര ചിഹ്നം എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചിഹ്നമാണ്. നിങ്ങളുടെ അരിവാളിൻ്റെ ക്രൂരതയൊന്നും താമരക്കില്ല. പിന്നെ അത് തക്കാളിയാന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ മൂന്നാംകട ഭാഷയിൽ ഈ DYFI ഒന്നും സംസാരിക്കില്ല. പ്ലീസ്, നമ്മളൊരു നിലവാരത്തിൽ സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഒരു നിലവാരത്തിൽ നമുക്ക് സംസാരിക്കാം. അക്കാഡമിക്കാണ് അക്കാഡമിക്. ഞാൻ നിങ്ങളെ അക്കാഡമിക്കായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ നിലവാരത്തിൽ നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു RSS പ്രച്ഛന്ന വേഷധാരികളാ. എൻ്റെ റഹീം നാളെ തയ്യാറായിക്കോ, ഞാൻ എറണാകുളത്ത് വരാം, നമുക്കൊന്നിച്ച് RSSന്റെ ഓഫീസിൽ പോവാം. ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർ എവിടെ നിന്നാണ്, എവിടൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് ചുമതല, എല്ലാ കാര്യവും തരാം. ഞാൻ പക്ക RSSന്ന് വന്ന ആളാ. എനിക്കുള്ള ചുമതലയും എനിക്കുണ്ടായിരുന്ന ചുമതലയും ഞാൻ പറയാം.
പിന്നെ നിങ്ങളുടെ ഭാഷയിൽ സഖാവെന്ന് ഞങ്ങൾ വിളിക്കാറില്ല, അതിന് പകരം സ്വയം സേവകൻ എന്ന് വിളിക്കും. നിങ്ങളുടെ ഭാഷയിൽ സെക്രട്ടറി എന്ന് വിളിക്കാറില്ല, അതിന് പകരം കാര്യവാഹം എന്ന് വിളിക്കും. അത് സംസ്കൃത പദമാണ്. നിങ്ങൾ ലാറ്റിൻ പദം ഉപയോഗിക്കുന്നുണ്ടാവും, റഷ്യൻ പദം ഉപയോഗിക്കുന്നുണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പദം ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ബ്രാഞ്ചാണ്, ഞങ്ങൾക്ക് ബ്രാഞ്ചല്ല, ഞങ്ങൾക്ക് ശാഖയാണ്. അപ്പൊ ഞങ്ങളും ഞങ്ങളുടേതായ സംഘടന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട ചുമതലയുണ്ട്. അറിയാത്ത കാര്യങ്ങൾ ഇരുന്ന് ഇങ്ങനെ പറയല്ലേ. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞോളൂ, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പഠിക്കാം റഹീമെ, നിങ്ങൾ വാ, ഞാൻ പഠിപ്പിക്കാം. RSS എന്താന്ന് പഠിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് അംഗത്വമുണ്ടോ? RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഞങ്ങൾ റഹീമിനെ കാണുന്നത് നാളത്തെ RSS ആയിട്ടാ. റഹീമിനെ നാളെ RSS ആക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രമിക്കുന്നത് റഹീമിനെ മാത്രമല്ല, ഈ ലാലിനെയും ഞങ്ങൾ RSS ആക്കും. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് ഈ കേരളത്തിലെ മുൻ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ RSS ആയിരിക്കുന്നത്. ചോരയിൽ 1000 പേര് വരുമെന്ന് പറഞ്ഞ സഖ ഉണ്ടല്ലോ, ആ സഖാക്കളൊക്കെ ഇന്ന് BJPയും RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ആ കാഴ്ചപ്പാട് കൊണ്ടാ. അതുകൊണ്ട് റഹീം അടക്കം RSSൽ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ സങ്കല്പം. അപ്പൊ ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒന്ന് കേൾക്കുക, എന്റെ ചോദ്യം ഒന്ന് കേൾക്കുക അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അതായത് ഇപ്പോ അങ്ങ് വിശദീകരിച്ചത് നന്നായി, ഇല്ലെങ്കിൽ സംശയിച്ചേനെ. റഹീമിനെയും എന്നെയും ഒക്കെ RSS ആക്കുമെന്ന് അങ്ങ് പറഞ്ഞത്, ഈ രാജ്യത്തെ എല്ലാവരെയും ഞങ്ങൾ RSS ആക്കും എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലൊരു കൊട്ടേഷൻ കൂടി തോന്നുന്നുണ്ടായിരുന്നു. അത് അങ്ങ് വിശദീകരിച്ചപ്പോൾ മാറിക്കിട്ടി. എൻ്റെ ചോദ്യം നേരത്തെ റഹീം സംശയിച്ചതുപോലെ പിണറായി വിജയൻ സുരക്ഷിതനാണോ? ഈ പറയുന്ന ഭോപ്പാലിൽ നിന്നുള്ള ഒരു വിളിയാണ് നമ്മളിപ്പോൾ കേട്ടത്, കൊലവിളി. ആ കൊലവിളിക്ക് വേറെ എവിടെയെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മുൻകാല ചരിത്രം റഹീമിനോട് വിശദീകരിച്ചല്ലോ. അതിന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതങ്ങനെ അല്ല എന്ന് പറയാൻ? ഞാനും നിങ്ങളും കേരളത്തിലെ ജനങ്ങളും സുരക്ഷിതരാണെങ്കിൽ പിണറായി വിജയനും സുരക്ഷിതരാ. പോലീസ് സ്റ്റേഷനിൽ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞല്ലോ കോടിയേരി ബാലകൃഷ്ണൻ. പോലീസ് സ്റ്റേഷനിൽ വേണ്ടി വന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ വേണ്ടി വന്നാൽ ഞങ്ങൾ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? പോലീസുകാരെ മുഴുവൻ കൊല്ലുമെന്ന? അതിനർത്ഥം എന്താ? പോലീസ് സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ട് കേരളം മുഴുവൻ തകർക്കുമെന്ന? ഈ വാക്കുകളുടെ അർത്ഥത്തിൽ സംസാരിക്കരുത്. വാക്കുകളുടെ അർത്ഥത്തിൽ സംസാരിക്കുമ്പോഴാണ് എൻ്റെ പ്രസ്താവന വലിയ വിവാദമായത്. ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയുടെയും പീപ്പിളിൻ്റെയും ചാനലുകാരോടായിരുന്നു. ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ കാലുകുത്തിക്കില്ല. പക്ഷെ അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഗാന്ധിജിയും തിലകനും അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെയും ചെയ്തതുപോലെ സമാധാനപരമായ ജനകീയമായ സമരം ചെയ്യും. അത് കാണിച്ചില്ല. അത് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രസ്താവന വിവാദമാകുമായിരുന്നില്ല. വേറൊരു ചാനലിൽ വന്ന് ഇപ്പൊ വേറൊരു നേതാവ് പറയുന്നുണ്ട്, ഗോപാലകൃഷ്ണനെ പോലെയുള്ള തീവ്രവാദികൾ പിണറായി വിജയനെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ സംഭവം? ഞാൻ നിങ്ങളോട് എന്താ സംസാരിക്കുന്നത്? ഇതിപ്പോ ദേശാഭിമാനിക്കോ അല്ലെങ്കിൽ പീപ്പിളിനോ മറ്റേതെങ്കിലും ചാനലിലോ മാത്രമല്ല സംശയം. ഗോപാലകൃഷ്ണൻ ഇത് പറഞ്ഞ ശേഷം മറ്റ് പല മാധ്യമങ്ങളും, സ്വതന്ത്രമെന്ന് നിങ്ങൾ പറയുന്ന പല മാധ്യമങ്ങളും ഇതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ്, ഇപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അതൊന്ന്. ഈ പറയുന്ന സുരേന്ദ്രന്റെയും ഗോപാലകൃഷ്ണന്റെയും ഒന്നും വാക്കുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ തന്നെ നേതാക്കളാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അത് തെറ്റിദ്ധരിക്കപ്പെട്ട വാർത്തയാണ്, അതവിടെ കിടക്കട്ടെ. എൻ്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ലല്ലോ. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. MM മണി പറഞ്ഞതുപോലെ അല്ലല്ലോ. MM മണിയെ ഇപ്പോഴും നിങ്ങൾ മന്ത്രിയാക്കി വെച്ചിരിക്കുകയാണല്ലോ റഹീമെ. അപ്പൊ പിന്നെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്, അതൊരു സത്യമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എന്നുള്ളത് സത്യമല്ലേ? ഞാൻ പറയുന്നത്, ഈ ചാനലിൽ വന്നിരുന്നിട്ട് റഹീമിൻ്റെ ആളുകളുടെ രക്തം തിളപ്പിക്കാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ രക്തം, എൻ്റെ പ്രവർത്തകരുടെ രക്തം തിളപ്പിക്കാൻ സംസാരിച്ചിട്ടും കാര്യമില്ല. കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ തിരുത്തുകയാണ് വേണ്ടത്. പിണറായി വിജയൻ വാസ്തവത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ വരമ്പത്ത് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഇപ്രാവശ്യം നിയമസഭയിൽ തിരിഞ്ഞു നിന്ന് തിരുത്തിയില്ലേ മന്ത്രി ബാലനെ? അതേപോലെ പിണറായി വിജയൻ തിരുത്തണമായിരുന്നു ഈ കോടിയേരി ബാലകൃഷ്ണനെ. പിണറായി വിജയനെതിരായിട്ടാണ് മംഗലാപുരത്ത് നമ്മൾ കേട്ടത്. ഭോപ്പാലിൽ മുമ്പൊരു തടയലുണ്ടായത്, പ്രസംഗിക്കാൻ പറ്റാതായത്. ഇപ്പോൾ ഹൈദരാബാദിലേക്ക് അദ്ദേഹം പോകുന്നു. അതിന് മുന്നോടിയായി ഇപ്പോൾ കുന്ദൻ ചന്ദ്രാവത്തിന്റെ ഈ ഭീഷണി വന്നത്. പിണറായി വിജയൻ എന്ന CPM നേതാവിനെ മറ്റേതോ സംസ്ഥാനത്തുള്ള ഒരാൾ ഈ രീതിയിൽ അവിടുത്തെ ഏതോ പ്രാദേശിക പരിപാടിക്കിടയിൽ ഇങ്ങനെ കൊല വിളിക്കണമെങ്കിൽ എന്താണ് CPMനോടും പിണറായി വിജയനോടുമൊക്കെ RSS ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന ഒരു നയം അവരുടെ ഏത് തരം വികാരം കൊണ്ടുണ്ടാകുന്നതാണ്? ഞാൻ പറയാം. അതിനു മുമ്പ്
RSS ആകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യലാണ്. എത്ര മധുരമായിരിക്കും അത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. OK വാസു പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ RSS ആണല്ലേ സാറേ? സുധീഷ് മിന്നി പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ RSS ആണല്ലേ? അശോകൻ പഴയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ RSS ആണല്ലേ? പത്തനംതിട്ടയിൽ CPIM-ന്റെ പഴയ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ മാറി BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയല്ലേ? അല്ലല്ലോ. നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റുമാർ ഒരായുഷ്കാലം RSS-ന് വേണ്ടി, നിങ്ങൾ പറഞ്ഞല്ലോ സ്വയം സേവനത്തിന് വേണ്ടി, ബാക്കി പറയട്ടെ, സ്വയം സേവകരായി ഒഴിഞ്ഞു വെച്ചവർ അല്ലേ നിങ്ങൾ പറഞ്ഞത്? എത്ര പേരാണ്? നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ CK പത്മനാഭൻ പണ്ടൊരിക്കലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ BJP ആണ്, പക്ഷേ എൻ്റെ മകൾ SFI ആണ്. ഒരു തലമുറ, ഒരു പുതിയ തലമുറ, അവർ നിങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ പോലും SFI-യും CPM-ഉം DYFI-യും ഒക്കെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. RSS എത്ര കാലമായി പണി തുടങ്ങിയിട്ട് കേരളത്തിൽ നടക്കുന്നില്ലല്ലോ. എന്നിട്ട് ആ കേരളത്തിലെ എല്ലാവരെയും നിങ്ങൾ അങ്ങോട്ട് മാറ്റുമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ താങ്കളുടെ പ്രസംഗത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞെന്താ, ഗോപാലകൃഷ്ണ ഗോഖലെയും മഹാത്മാഗാന്ധിയും ആ കാലഘട്ടത്തിലെ തലമുറയിലെ നേതാക്കന്മാരെല്ലാം സമരം ചെയ്തത് അതുപോലെ സമരം ചെയ്യുമെന്ന. അവർ സമരം ചെയ്തു ജനാധിപത്യപരമായി. അവരുടെ പേര് നിങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കരുത്, ദുരുപയോഗം ചെയ്യരുത്. അവർ സമരം ചെയ്തത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ വഴിനടക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള സമരമല്ല. അവർ നടത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ സമരമാണ്. ഇന്ന് സാമ്രാജ്യത്വത്തിനെതിരെ വർത്തമാനം പറയുകയും വർഗീയതയ്ക്കെതിരെ വർത്തമാനം പറയുകയും ചെയ്യുന്നവരെ നാട് കടത്തും, അവരെ തടയും എന്ന് പറഞ്ഞാണ് നിങ്ങൾ പറയുന്നത്. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ്, എങ്ങും യോജിക്കില്ല. നിങ്ങൾ പറഞ്ഞ എന്താ, നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? മംഗലാപുരത്തല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും തടയും എന്ന് പറയാൻ എന്ത് അവകാശമുള്ളത്? താങ്കളുടെ കുടുംബത്തിന് കിട്ടിയ സ്വത്ത്, ആ സ്വത്തിൽ എനിക്ക് വരരുതെന്ന്, പിണറായി വിജയന് വരരുതെന്ന് താങ്കൾക്ക് പറയാം, അവകാശമുണ്ട്, തീർച്ചയായും പറയാം. പക്ഷേ വേറെ എവിടെയും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞത് തെറ്റ്. രണ്ട് വേറൊരു കാര്യം പറയട്ടെ. അങ്ങ് ചോദിച്ചല്ലോ, ശ്രീ ലാൽ ചോദിച്ചു എന്തുകൊണ്ട്, അക്കാഡമിക് ലെവലിലേക്ക് തന്നെ ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ശ്രീ ഗോപാലകൃഷ്ണൻ പറയൂ, അണികളെ ചോര തിളപ്പിക്കാൻ നിങ്ങളോ ഞാനോ വിചാരിക്കേണ്ട. താങ്കൾ പറഞ്ഞത് ശരിയാണ്. യാഥാർത്ഥ്യമല്ലാതിരിക്കാൻ കഴിയുമോ? സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ നിങ്ങളുടെ ഒന്നാം ശത്രുവായി നിങ്ങൾ പ്രഖ്യാപിച്ചു. വിചാരധാരയിൽ 3 അധ്യായങ്ങളിൽ പറയുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ട ശത്രുവായിട്ടല്ലേ? അന്ന് ഇന്ത്യയിൽ എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്ര കണ്ടൊരു ശക്തി ദുർഗമായിരുന്നത്? എങ്ങുമല്ല. പക്ഷേ അപ്പോഴും നിങ്ങൾ ഞങ്ങളെയാണ് ഭയന്നത്, മറ്റാരെയുമല്ല. 2, ഏറ്റവും ഒടുവിലായി ഈ കേരളത്തിൽ ഡൽഹിയിൽ വെച്ച് നടന്ന നിങ്ങളുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അത് 2015 നടന്ന സമ്മേളനം, ഹിന്ദു കോൺഫറൻസ്, ഇൻ്റർനാഷണൽ ഹിന്ദു കോൺഫറൻസ്. അതിൽ 5 ശത്രുക്കളെ പ്രഖ്യാപിച്ചു. 5 M-ൽ തുടങ്ങുന്നതാണ്. ഏതൊക്കെയാണ് 5 പേര്? 1 മാർക്സിസ്റ്റ്, 2 മുസ്ലിംസ്, 3 മിഷണറീസ്, അത് കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റ്, അത് കഴിഞ്ഞാൽ മെക്കാളൈസ്റ്റ്. അതിൽ ഒന്നാം ശത്രു ഞങ്ങളാണ്. ലാൽ പറഞ്ഞില്ലേ എന്തിനാണ് സഖാവ് പിണറായി വേട്ടയാടുന്നുവെന്ന്? എന്തിനാണ് ഇവർ കണ്ണൂർ ലക്ഷ്യം വയ്ക്കുന്നത്? എന്തിന് കേരളത്തെ ലക്ഷ്യം വയ്ക്കുന്നു? കേരളത്തിലുണ്ടാകുന്ന സംഭവങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ പർവ്വതീകരിച്ച് ഈ സംസ്ഥാനത്തെ പോലും നിങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യയിലാകെ നിങ്ങൾ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഈ ചർച്ചയിൽ ഉത്തരം കിട്ടാതെ പോകുന്നത് അതാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ, അതല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ നിരന്തരമായി ഇപ്പോൾ RSS-ഉം BJP-യും അത് ആദ്യം ആക്രമിക്കുക വാക്കുകൾ കൊണ്ട്, പിന്നീട് അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയുക, ഈ രീതിയിൽ ഇപ്പോൾ പിന്തുടരുന്നത്? മിസ്റ്റർ ലാൽ, 5 കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മറുപടി പറയാനുണ്ട് റഹീമിനോട്. അതിൻ്റെ കൂടെ 6ാമത്തതായിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, മിസ്റ്റർ റഹീം, 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ RSS-ഉം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നമുക്കറിയാമല്ലോ, സത്യഭക്തയാണ് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൺവെൻഷൻ കൂടിയത്. 1925 RSS-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് വന്നിട്ട് RSS ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി മാറി. RSS-ഉമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടന, തൊഴിലാളി സംഘടന, രാഷ്ട്രീയ സംഘടന ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. നിങ്ങളുടെ സ്ഥിതിയോ, ഒരു അഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു റഹീമെ. അതുകൊണ്ട് നിങ്ങൾ കമ്പാരിസൺ വേണ്ട. ഒരു കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. കേരളത്തിൽ നിങ്ങളുടെ ശരാശരിയും ഞങ്ങളുടെ ശരാശരിയും നിങ്ങൾ പരിശോധിച്ചോളുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അമിത തോതിൽ വർധനവ്, ഞങ്ങളുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് വർധനമുണ്ടായപ്പോൾ 4% വോട്ട് നിങ്ങൾക്ക് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അഹങ്കാരം വേണ്ട റഹീമെ, ഞങ്ങളുടെ കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. 2ാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തിനാണ് ഞങ്ങൾ 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ശരിയാണ്, സംശയമൊന്നുമില്ല.
ഞങ്ങൾ അന്നും ഇന്നും കമ്മ്യൂണിസത്തെ എതിർക്കുന്നു. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രാജ്യദ്രോഹികൾ. ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ഛിദ്രശക്തികൾ, 17ആയിട്ട് ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ, പാകിസ്ഥാൻ പ്രമേയം എഴുതി കൊടുത്തവർ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ പിന്തുണച്ചവർ, 1962 ചൈനയുടെ കൂടെ നിന്നവർ, 1975 അടിയന്തരാവസ്ഥ കാലത്ത് മോഹിനിയാട്ടം പഠിക്കാൻ പോയവർ, ഒരാണവ വിസ്ഫോടനം ഉണ്ടായപ്പോൾ ആണവ വിസ്ഫോടനത്തെ എതിർത്തവർ, ചൈനയ്ക്ക് അനുകൂലമായി നിന്നവർ. അതുകൊണ്ട് രാജ്യദ്രോഹികളാണ് നിങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. അത് ഇന്നും എതിർക്കും, നാളെയും എതിർക്കും. മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞു, വഴി തടയലിന്റെ കാര്യം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയനെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും BJP വഴി തടയാൻ ആഗ്രഹിക്കുന്നില്ല, RSS വഴി തടയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിണറായി വിജയനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം, ജനാധിപത്യ പ്രക്ഷോഭം, അത് പിണറായി വിജയനെതിരായിട്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലവിളി രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി യഥേഷ്ടം സംഘപരിവാർ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഇല്ലാതാക്കുകയാണെങ്കിൽ ജനാധിപത്യപരമായി മാർക്സിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ എതിർക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പിണറായി വിജയനെ ഞങ്ങൾ വഴിതടയുകയില്ല, പിണറായി വിജയനെ തടയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ പിണറായി വിജയൻ ഒരു ഓൾ ഇന്ത്യ നേതാവാക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. അത്ര വിവരക്കേടൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നങ്ങ് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട വിഷയം, കൊലവിളിയുടെ കാര്യം പറഞ്ഞു. ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ആരുടെയാണ്? റഹീമെ. ചോരക്കറയുമായിട്ടാണ് പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നത്. അദ്ദേഹമാണ് ഒന്നാം പ്രതി. ഒരു പാവം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തില് ഏതെങ്കിലും ഒരു മുതലാളിയുടെ മുമ്പിൽ നിങ്ങൾ ഇന്നുവരെ കൈ ഉയർത്തിയിട്ടുണ്ടോ? നിങ്ങൾ കൊന്നു തള്ളിയത് മുഴുവൻ തൊഴിലാളികളെയാണ്. ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയാണ് പിണറായി വിജയൻ. രണ്ടാമത്തെ കൊലപാതകത്തിലെ മൂന്നാം പ്രതിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നേതാവ് പറയട്ടെ. ഇല്ല, ഒരു മിനിറ്റ് കൂടെ എനിക്കിതാ, ഒരു സെക്കൻഡ് കൂടെ എനിക്കിതാ, ഒരു മിനിറ്റ് കൂടെ എനിക്കിതാ. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, കുമ്മനം രാജശേഖരൻ അടക്കം ഏതെങ്കിലും ഒരു നേതാവ് ഒരു പെറ്റി കേസിൽ ഒരു പ്രതിയാണോ റഹീമെ? പിന്നെ എന്തിനാ റഹീമെ? എന്റെ കൈ ഇതാ, ഈ ഇരിക്കുന്ന ഞാൻ, ലാലി കേട്ടോളൂ, ഈ ഇരിക്കുന്ന എന്റെ കൈ തല്ലി ഓടിച്ചവരാണ് CPM. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തൃശ്ശൂരിലെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി രാധാകൃഷ്ണനോടും UP ജോസഫിനോടും ഇപ്പൊ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിക്കുക. എനിക്കന്ന് തിരിച്ചടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കേരളവർമ്മ കോളേജിൽ ഞാൻ ജയിച്ചത്. അപ്പൊ ഞങ്ങള് കലാപം ഉണ്ടാക്കുന്ന ആളുകളല്ല. പക്ഷേ വയലൻസ് ഷുഡ് ബി മെറ്റ് വയലൻസ് എന്ന ഒരു തത്വം ഞങ്ങൾ സ്വീകരിച്ചിരുന്നു, അത് സത്യമാണ്. പക്ഷെ നമുക്ക് ലാലെ ഈ ചർച്ച ആയുധമില്ലാത്ത ആശയത്തിന്റെ പേരിലുള്ള ചർച്ചയായി മാറട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മറ്റൊന്നുമല്ല, പിണറായി വിജയനെ എവിടെയും സായുധമായി തടയുമെന്ന് RSS പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. അത് ജനാധിപത്യപരമല്ലേ റഹീമെ? ആ പ്രതിഷേധം ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ അവകാശമില്ലേ? നിങ്ങൾ ആശയപരമായി ഞങ്ങൾ സംഘടിപ്പിക്കും, നിങ്ങൾ സംഘടിപ്പിക്കും. കഴിഞ്ഞോ? ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങേക്ക് പറയാം, എനിക്ക് പറയാം ഇന്ത്യയുടെ ചരിത്രം എന്തെന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രവും അറിയാം. RSSന്റെ ഏത് നേതാവുണ്ട് ജയിലിൽ പോയ നേതാവ്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശസ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. 8:54, ഇനി അധികം നേരം പറയാനില്ല. ഞാനതുകൊണ്ട് പരിമിതമായ വാക്കുകൾ കൊണ്ട് പറയാം. നിങ്ങൾ കേൾക്ക്, ദേശദ്രോഹികൾ എന്നാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തതെന്നാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്കാവാം. ശ്രീ ഗോപാലകൃഷ്ണൻ പറയട്ടെ, ഗോപാലകൃഷ്ണൻ ശ്രീ ഗോപാലകൃഷ്ണൻ കേൾക്കൂ, എന്റെ ശബ്ദം കേൾക്കൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാജ്യദ്രോഹികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ രാജ്യദ്രോഹിയായതുകൊണ്ടെന്നാണ്. ഞങ്ങൾ രാജ്യദ്രോഹത്തിൻ്റെ എന്ത് കണക്കാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? താഷ്കണ്ടിൽ വെച്ച് ഈ പ്രസ്ഥാനം പിറവിയെടുത്തപ്പോൾ ആ പിറവിയെടുത്ത യോഗത്തെ പോലും ഗൂഢാലോചന കേസിൽപ്പെടുത്തി. അങ്ങനെ എത്ര ഗൂഢാലോചന കേസ് ബ്രിട്ടീഷുകാർക്കെതിരെ. പിന്നെ ദേശസ്നേഹത്തിൻ്റെ കണക്കും ഇപ്പോഴും നിങ്ങളാണല്ലോ മാർക്കറ്റ് കൊടുക്കുക, ദേശസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ പതാക, ഇത് രണ്ടും അംഗീകരിക്കാത്ത ഒരു സംഘടന മാത്രമേ ഇന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. ആ സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. നിങ്ങൾ ജനഗണമനെ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ ദേശീയ ഗാനമായി. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ നിങ്ങളാണ് ദേശസ്നേഹത്തിൻ്റെ മാർക്കിടുന്നത്. പിന്നെ പോട്ടെ, കഴിഞ്ഞ ദിവസം ഒരു ദേശസ്നേഹിയുടെ ധീര രക്തസാക്ഷി, ഒരു ജവാന്റെ മകൾ, ആ മകളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ചാണ് അല്പനേരത്തെ നിങ്ങൾ ഇവിടെ ആചാലമായത്. ABVP നിങ്ങളുടെ പരിവാർ സംഘടനയാണല്ലോ. നിങ്ങളുടെ ആ പരിവാർ സംഘടന നിങ്ങൾ വളർന്ന കഥ പറയുന്നുണ്ടല്ലോ. ഈ ABVPയുടെ ശബ്ദം കൂടുതൽ കേട്ടപ്പോഴാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിലായിരുന്നു.
പെട്രോൾ ശരീരത്തിലൊഴിച്ച് ആത്മഹൂതി ചെയ്ത ചെറുപ്പക്കാരിലാണ് നിങ്ങൾ ABPP വളർത്താൻ ശ്രമിച്ചത്. സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇവിടുത്തെ ദളിതനും ഇവിടുത്തെ അവർണനും ഇവിടുത്തെ കീഴാള ജാതിക്കാരനും സർവീസിലേക്ക് വരേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞിടത്താണ്. അവിടെയാണ് ABPP അവരുടെ പേര് ഇന്ത്യയിൽ അറിയിച്ചത്. പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് നിങ്ങൾ പറഞ്ഞല്ലോ. എങ്ങനെയാണ് വന്നത് കേസ്? നിങ്ങൾ 1968 ഏപ്രിൽ മാസം 27 1968 ഏപ്രിൽ 27 ആ ദിവസത്തെ മാതൃഭൂമി പത്രം അങ്ങ് പോയി വായിക്കണം. അതിൽ കാണും വാടിക്കൽ രാമകൃഷ്ണൻ എന്നയാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന്. ആ പത്രത്തിൽ വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ട വാർത്തയില്ല, വാടിക്കൽ രാമകൃഷ്ണൻ ആശുപത്രിയിലായ വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ വാടിക്കൽ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള RSS സംഘം ആക്രമിച്ചു. അതിനെതിരെ അതറിഞ്ഞെത്തിയ ആളുകൾ പ്രതികരിച്ചു, സംഘടനമുണ്ടായി. ആ മാതൃഭൂമി വാർത്ത ഡേറ്റ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. ആ സംഘടനത്തിന്റെ ഭാഗമായി ശ്രീ വാടിക്കൽ രാമകൃഷ്ണന് പരിക്കേറ്റു സംഘർഷത്തിൽ. ആ പരിക്കേറ്റ വാടിക്കൽ രാമകൃഷ്ണൻ ആശുപത്രിയിൽ കിടന്നു. കുറേ നാളുകൾക്ക് ശേഷം മരിച്ചു. കേരളത്തിലെ ആദ്യത്തെ BJPയുടെ ബലിദാനി. ആ കേസിൽ സഖാവ് പിണറായി വിജയനെ പ്രതിയർത്തു. പറയട്ടെ, എങ്ങനെയാ പ്രതിയർത്തെ? അന്ന് പാർട്ടിയുടെ തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയാണ് അദ്ദേഹം. പാർട്ടിയുടെ തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയെ അന്നത്തെ MLA അവിടുത്തെ മുൻനിര നേതാക്കളെ ആകെ നിങ്ങളത് പ്രതിയർത്തു. ആ പ്രതിയർത്ത് വെച്ചതിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. അതുണ്ടായത് സംഘർഷമാണ്. ഇരുട്ടിന്റെ മറവിൽ ഏതെങ്കിലും ഇവിടെ നാളെ ഇറക്കി കൊണ്ടുവന്ന് ചെയ്ത കൊലപാതകമല്ല. അതിലിരയായ ബാലകൃഷ്ണനാണ് ഇന്ന് ഞങ്ങളുടെ കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അതവിടെ നിൽക്കട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ കൈ ഇങ്ങനെ പൊട്ടിയ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ശ്രീ ഗോപാലകൃഷ്ണൻ കൈ പൊട്ടിയ കാര്യം അങ്ങ് പറഞ്ഞില്ലേ? കൈ പൊട്ടിയ കാര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ശ്രീ തിലോത്തമൻ ഇവിടെ ഈ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു മന്ത്രി നിങ്ങൾ തല്ലിപ്പൊട്ടിച്ച കയ്യിൽ ബാൻഡേജ് കൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു MLA ആയി മത്സരിച്ച് തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുമ്പോഴാണ് കൈ തല്ലി ഒടിച്ചത്. നിങ്ങൾ പണ്ട് തൃശ്ശൂരിൽ നടന്ന ഒരു കോളേജിലെ സംഘർഷത്തിന്റെ ഭാഗമായി നിങ്ങളുടെ കൈയൊന്ന് പൊട്ടിയ കഥ പറയല്ലേ? നിങ്ങളുടെ അക്രമത്തിന്റെ ചൂടും ചൂരുമേൽക്കാത്ത, നിങ്ങളുടെ അക്രമത്തിൽ വാളിന്റെ പാട് വീഴാത്ത എത്ര ചെറുപ്പക്കാരുണ്ടാകും ഇവിടെ? മുഴുവൻ DYFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും ആ ചരിത്രമല്ലേ പറയാനുള്ളൂ. സഖാവ് പിണറായി വിജയനെ ഞാൻ പറയട്ടെ, സഖാവ് പിണറായി വിജയനെ, സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ എത്ര തവണയാണ് നിങ്ങൾ വേട്ടയാടിയത്? എത്ര തവണ വേട്ടയാടി? ഇവിടെ സഖാവ് EP ജയരാജനെ തോക്കെടുത്ത് കൊല്ലാൻ വിട്ടത് നിങ്ങൾ കോൺഗ്രസ്സുകാരും ചേർന്നായിരുന്നില്ലേ? കോൺഗ്രസ്സുകാരും നിങ്ങൾ ചേർന്നായിരുന്നില്ലേ? ഗോപാലകൃഷ്ണൻ ഉത്തരം വിട്ടും. നിങ്ങൾക്ക് പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എല്ലാവർക്കും സമയം തന്നിട്ടുണ്ട്. എനിക്ക് കൂടുതൽ സമയം തരാനില്ല. ഈ ചർച്ച ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോഴും ഉത്തരം കിട്ടാതെ പോകുന്ന ഇതാണ്: കുന്ദൻ ചന്ദ്രാവത്തിന് നിസാര കേസിന്റെ പേരിൽ 505 പെടുത്തി ജാമ്യം കിട്ടുന്ന വകുപ്പിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് സുരക്ഷിതനാകുന്നത്? ആർക്കാണ് ഇപ്പോഴും ഭീഷണിയുള്ളത്? ഇതിന്റെ ഉത്തരം ആരാണ് പറയേണ്ടത്? അത് പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് A. റഹീം.